വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ പ്രവാസിയായ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറുടെ ഭാര്യയായി UAE-യിലെത്തി. പിന്നീട് അദ്ദേഹത്തിൻ്റെ കമ്പനിയിലെ പോസ്റ്റിങ്ങുകളനുസരിച്ച് ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളും മാലദ്വീപും ഒക്കെ താമസിച്ചു. എനിക്ക് 3 കുട്ടികളുമായി. മൂത്ത മകൾ സയ, രണ്ടാമത്തെ മകൻ സനു, മൂന്നാമത്തെ മകൻ സിലു. ഇതൊക്കെ വിളിപ്പേരുകളാണ് കേട്ടോ. അവരെ അവരുടെ വിളിപ്പേരുകൾ വിളിക്കുമ്പോൾ ഞാൻ ഉമ്മച്ചിയെ ഓർക്കും. മുഴുവൻ പേരും വിളിച്ചാൽ മക്കളോടുള്ള അടുപ്പം കുറയുന്നത് പോലെ തോന്നും. ഉമ്മച്ചിക്കും അതാവില്ലേ തോന്നിയിട്ടുണ്ടാവുക. പക്ഷേ എൻ്റെ മക്കൾ ഈ വിളിപ്പേരുകളുമായി വളരെ സഹകരണത്തോടെ പോകുമ്പോൾ ഞാൻ എന്നും ചിന്തിക്കും, ഞാൻ എത്ര ഭാഗ്യവതിയാണെന്ന്. പിന്നെ മറ്റൊരു വിശേഷം, ഷെരീഫ് കാക്ക വിസിറ്റിങ്ങിനായി ഞങ്ങളിപ്പോൾ താമസിക്കുന്ന അബുദാബി നഗരത്തിലെത്തുന്നു. മൂത്ത മകൻ അബുദാബിയിൽ നിന്നും ബിസിനസ് നടത്തുന്നുണ്ട്. ഫരീദിൻ്റെ അടുത്തേക്കുള്ള വരവാകാം ഞാൻ എന്ന് വിചാരിച്ചു. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഷെരീഫ് കാക്കയുടെ ടാക്സി എൻ്റെ ഫ്ലാറ്റിൻ്റെ മുന്നിൽ വന്നാണ് നിന്ന്. ഷെരീഫ് കാക്ക ഒരു പെട്ടിയും എടുത്തുകൊണ്ട് സെക്യൂരിറ്റി ക്യാബിനിലെത്തി എന്നെ അന്വേഷിച്ചു. സെക്യൂരിറ്റി ഫോണിൽ എന്നെ ബന്ധപ്പെട്ടു. യായ, ഞാൻ അങ്ങനെയാണ് എൻ്റെ ഭർത്താവിനെ വിളിക്കാറ്. അതും മറ്റൊരു വിളിപ്പേര്. യായ ഓഫീസിൽ പോയി, കുട്ടികളാണെങ്കിൽ സ്കൂളിലും. ഞാൻ ഉടൻ തന്നെ ലിഫ്റ്റിലൂടെ താഴേക്കെത്തി. ഷെരീഫിക്ക ഒരു പെട്ടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഞാൻ ഓടിച്ചെന്ന് ഇക്കാക്കയെ കെട്ടിപ്പിടിച്ചു. കവിളിൽ ഒരു മുത്തം കൊടുത്തു. ഇക്കാക്കയുടെ പെട്ടി പൊന്തിക്കാൻ ശ്രമിച്ചപ്പോൾ അത്യാവശ്യം ഭാരമുണ്ട്. സെക്യൂരിറ്റി ഓടി വന്ന് പെട്ടിയെടുത്ത് ലിഫ്റ്റിൽ വെച്ച് തന്നു. ഞങ്ങൾ 10ാം നിലയിലുള്ള എൻ്റെ ഫ്ലാറ്റിൽ വന്നു. ഞാൻ ഷെരീഫ് കാക്കയ്ക്ക് ഫ്രഷ് ആകാനുള്ള റൂം കാണിച്ചു കൊടുത്തു. ഇക്കാക്ക പെട്ടിയുമായി അകത്തേക്ക് പോയി. ഞാൻ അവിടെ ഇരുന്ന് ചിന്തിച്ചു. എനിക്ക് വയസ്സ് 42 ആയി. ഇക്കാക്കയ്ക്ക് 60-നോടടുത്ത് പ്രായം കാണും. ഇപ്പോഴും നല്ല പ്രസന്നവദനാണ്. ഇക്കാക്കയുടെ ചിരി പണ്ടത്തെ പോലെ തന്നെ മാറ്റമില്ലാതെ തുടരുന്നു. എന്നും ദീർഘായുസ് കൊടുക്കട്ടെ പടച്ചവൻ ഇക്കാക്കയ്ക്ക്. വൈകിട്ട് 5 മണിയായപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു. അവർ വലിയ പരിചയഭാവത്തിൽ ഇക്കാക്കയുടെ മടയിൽ കയറി കളിക്കാൻ തുടങ്ങി. ഞാൻ ചായയുമായി വരുമ്പോൾ 4 പേരും കൂടി വിശേഷം പറയുന്നു, സ്കൂളിലെ കഥകൾ പറയുന്നു. ഞാൻ ചിന്തിച്ചു, ഷെരീഫ് കാക്ക എന്തൊരു മനുഷ്യനാണ്. കുട്ടികളുടെ മനസ്സ് എന്ത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇക്കാക്കയ്ക്ക് എന്നും ഇതുപോലെ ഇരിക്കാൻ കഴിയണേ. 6 മണി കഴിഞ്ഞ് കാണും. യായ എത്തി. യായയ്ക്ക് യാതൊരുവിധ അത്ഭുതഭാവവുമില്ല. ഷെരീഫ് കാക്കയെ കണ്ട് ചിരിച്ച് ഡ്രസ്സ് മാറാനായി അകത്തേക്ക് പോയി. എനിക്ക് ദേഷ്യം വന്നു. ഇക്കാക്ക് നാട്ടിൽ നിന്നും വന്നിട്ട് യായ എന്താ ഇങ്ങനെ പെരുമാറുന്നു? ഇക്കാക്ക് എൻ്റെ അടുത്ത് വന്ന് ഇഷ്ടമായില്ലേ? യായ കുളി കഴിഞ്ഞ് വന്നു. ഷെരീഫ് കാക്കയുടെ അടുത്ത് ചെന്നു. ഷെരീഫ് കാക്ക എഴുന്നേറ്റ് കെട്ടിപ്പിടിച്ചു. പിന്നെ 2 പേരും കൂടി വർത്തമാനം പറഞ്ഞിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പേര് പറയുന്നത് അടുക്കളയിൽ ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എനിക്ക് വ്യക്തമായി കേൾക്കാം. ഞാൻ ദേഷ്യത്തോടെ ചായ കൊണ്ടുവന്ന് ടീപ്പോയിൽ വെച്ചു. പാറു, കഴിക്കാനൊന്നും ഇല്ലടി. ഞാൻ കുറച്ച് ബിസ്ക്കറ്റും കശുവണ്ടിയും കൊണ്ടുവന്ന് വെച്ചു. 2 പേരും എന്നെ നോക്കി ചിരിക്കുന്നു. ഭാര്യയ്ക്ക് വല്ലതും തോന്നുമോ നേരെ ഇങ്ങോട്ട് വന്നതിൽ? യായ ചോദിച്ചു. ഞാൻ നിന്നെ വിളിക്കുന്നതിന് മുമ്പ് അവനെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. അവൻ വണ്ടിയുമായി എന്നെ വിളിക്കാൻ നാളെ എത്തും, ഷെരീഫ് കാക്ക പറഞ്ഞു. എനിക്ക് വീണ്ടും ദേഷ്യം കലശലായി. ഷെരീഫ് കാക്ക എൻ്റെ വീട്ടിൽ വരുന്നത് യായ നേരത്തെ അറിഞ്ഞിരിക്കുന്നു. എന്നെ ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഒന്നും പറഞ്ഞുമില്ല. ചായ കുടി കഴിഞ്ഞ് യായ ഒന്നും പറയാതെ റൂമിലേക്ക് പോയി. തിരിച്ചു വന്നത് ഒരു പഴയ എയർമെയിലുമായാണ്. യായ എന്തിനാണ് ഇത്ര പഴയ ഒരു എയർമെയിലും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത്? യായ അത് ഷെരീഫ് കാക്കയെ കാണിക്കുന്നു. 2 പേരും വായിച്ച് പൊട്ടിച്ചിരിക്കുന്നു. എനിക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാതെ കണ്ണ് നനയാൻ തുടങ്ങി. ഞാൻ തിരിച്ച് നടക്കാൻ ഭാവിച്ചപ്പോൾ ഷെരീഫ് കാക്ക വിളിച്ചു. പാറു, ഇവിടെ വന്നിരിക്കേ. പപ്പ വിളിക്കും പോലെ. ഞാനൊരു അനുസരണയുള്ള കുട്ടിയെപ്പോലെ സെറ്റിൽ ഷെരീഫ് കാക്കയുടെ അടുത്ത് ചെന്നിരുന്നു. നോക്ക്, ഇതെന്താണെന്ന്. ഷെരീഫ് കാക്ക ആ എയർമെയിൽ എൻ്റെ കയ്യിലേക്ക് തന്നു. ഞാൻ അത് തുറന്നു വായിച്ചു. പ്രിയപ്പെട്ട പാറു, പടച്ചോനെ, ഇത് ഞാൻ 8ൽ പഠിക്കുമ്പോൾ ഷെരീഫ് കാക്ക എനിക്ക് എഴുതിയ കത്ത്. 29 years ബാക്ക്. യായ പറഞ്ഞു. 3 കുസൃതികളും ഓടി വന്ന് ഉമ്മച്ചിക്ക് കിട്ടിയ കത്ത് എനിക്ക് വേണം. മൂത്തവൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു. രണ്ടാമത്തെ മെട്രിക്കുലേഷനും
മൂന്നാമത്തവൻ 8ാം തരത്തിലുമാണ്. ഇപ്പോഴും കുഞ്ഞു കുട്ടികളെപ്പോലെ കളിക്കുന്നു. കത്തിന് വേണ്ടി ഇടി ഓടുന്നു. യായ വിളിച്ചു പറയുന്നു, എടാ മക്കളെ, കത്ത് കീറരുത്. അതിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കാൻ പറ്റിയില്ല, അതിൻ്റെ 50ാം വാർഷികമെങ്കിലും നമുക്ക് ആഘോഷിക്കണ്ടേ? ഷെരീഫ് കാക്ക ഉറക്കെ ചിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഫോണിലൂടെ കേട്ട അതേ നിഷ്കളങ്കമായ ചിരി, ഇക്കാക്കാൻ്റെ ട്രേഡ് മാർക്കായ ചിരി.